നമസ്കാരം അമേരിക്ക. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ നടുക്കം മാറിയിട്ടില്ല. കല്ലും മണ്ണും ചെളിയും കുത്തൊലിച്ചു വന്നപ്പോൾ തൂത്തെറിയപ്പെട്ട കിടങ്ങൾ. ഇവിടെ ഗ്രാമങ്ങളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. കടകളും വിദ്യാലയങ്ങളും കളിക്കളങ്ങളും പുഴകളും പാടങ്ങളും കിളികളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ വീടുകളിലിരുന്ന് സ്വപ്നം കണ്ട കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. രാജ്യത്തിന് മികച്ച വാഗ്ദാനങ്ങളായേക്കാവുന്ന കുരുന്നുകളുണ്ടായിരുന്നു. പാഞ്ഞു വന്ന മലവെള്ളപ്പാച്ചിലിൽ എല്ലാം കടപുഴകിയപ്പോൾ ചിലരുടെ മൃതദേഹങ്ങൾ കിട്ടി, മറ്റു ചിലരുടേത് വെള്ളത്തുണിയിൽ വാരി പൊതിഞ്ഞു കെട്ടിയ ശരീരഭാഗങ്ങൾ മാത്രമായി. അസ്തിത്വമില്ലാതെ സംസ്കാരം ഏറ്റുവാങ്ങേണ്ടി വന്നവർ, കുപ്പിയിൽ അടക്കം ചെയ്ത DNA നമ്പറുകൾ മാത്രം തിരിച്ചറിയൽ രേഖകളായി മാറിയവർ. കഴിയുമെങ്കിൽ ഒഴിവാക്കാനാകുമായിരുന്ന ചില ദുരന്തങ്ങളുണ്ട്. മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെന്ന് നാം വിളിക്കുന്ന അവ ഒഴിവാക്കാൻ കൂട്ടായ ശ്രമം വേണം. അല്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കും, ഇനിയും ആർത്തനാദങ്ങളും ദുരിതബാധിതരുമുണ്ടാകും. ദുരന്തത്തിനെതിരായവരെ ചേർത്ത് പിടിക്കുന്നതിൽ വിദേശ മലയാളികളുടെ പങ്കെന്താണ്? മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എത്രത്തോളം പ്രധാനമാണ്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്: ജലബോംബുകൾ. ഇന്നത്തെ എന്റെ അതിഥികൾ: ഫൊക്കാന പ്രസിഡന്റും സംരംഭകനും അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനുമായ സജിമോൻ ആന്റണി, വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ പിന്റോ കണ്ണമ്പള്ളി, കോളമിസ്റ്റും ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക അംഗവും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ ആർഷ അഭിലാഷ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ സജിമോൻ ആന്റണിയിലേക്കാണ്. ശ്രീ സജിമോൻ ആന്റണി, ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എങ്കിലും കൺഗ്രാറ്റുലേഷൻസ്, ഫൊക്കാനയുടെ പുതിയ പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ഇത്തരത്തിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട അവസരങ്ങളും വരുമ്പോൾ നമ്മുടെ വിദേശ മലയാളികളുടെ സംഘടനകൾ എത്രത്തോളം ആർജവം കാണിക്കണം എന്ന ഉദാഹരണത്തിന്റെ ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ ഫൊക്കാനയുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഈ വയനാട് ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ ഒരു ശ്രമം ഉണ്ടാവുക? കേരളത്തിലെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? താങ്ക് യു ക്രിസ്റ്റീന. ആദ്യം തന്നെ വയനാട്ടിൽ പൊലിഞ്ഞുപോയ 400-ലധികം ആൾക്കാർ അവരുടെ ദുഃഖത്തിലോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഫൊക്കാനയും ചേരുന്നു. ദുരിതം അനുഭവിക്കുന്ന എല്ലാവരോടും അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നേക്ക് പോട്ടെ. ഇതിനകത്ത് പറയാനുള്ളത് 3 വേർഡിൽ എംഫസൈസ് ചെയ്താണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഒരുമിക്കുക. ഒരു ദുരന്തം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു ഉദാഹരണത്തിനാണ് ഇപ്പോൾ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന ഫൊക്കാനയും വേൾഡ് മലയാളിയും അങ്ങനെയുള്ള എല്ലാ അസോസിയേഷനും ഒരുമിച്ചിട്ട് കേരളത്തിന് വേണ്ടി അല്ല വയനാടിന് വേണ്ടിയിട്ട് കൈകോർക്കുകയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾക്ക് ദൂരെ നിന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ ആരും വയനാട്ടിലല്ല, ഇടുക്കിയിലല്ല, അപ്പൊ അതുകൊണ്ട് ഫിസിക്കലി വന്ന് ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൂരെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, യാതന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അതിനൊരു ഉദാഹരണമായിട്ട് തന്നെ ഫൊക്കാന കഴിഞ്ഞ സൺഡേയിൽ ഒരു സർവ്വമത പ്രാർത്ഥന ഇവിടെ ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഫോമ ഫൊക്കാന, വേൾഡ് മലയാളി തുടങ്ങിയ IPC ഉൾപ്പെടെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന യജ്ഞമായിരുന്നു അത് നടത്തിയിരുന്നത്. മൂന്നാമത് എന്ന് പറയുന്നത്, ഞങ്ങൾ എപ്പോഴും പറയും പ്രാർത്ഥന നല്ലതാണ്, എന്നാൽ പ്രവൃത്തിയിൽ അത് കണ്ടില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപകാരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൊക്കാന എപ്പോഴും വയനാടിനോടൊപ്പം ഉണ്ട്, കേരളത്തോടൊപ്പം ഉണ്ട്. കേരളത്തിൽ ഇതിനു മുമ്പ് വളർന്ന പല ട്രാജഡികളിൽ നടന്നപ്പോഴും എപ്പോഴും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അതിന് റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 2018 കേരളത്തിൽ വലിയൊരു പ്രളയം നേട്ടിരുന്നു. ആ സമയത്ത് ഫൊക്കാന മറ്റു സംഘടനയോട് ചേർന്ന് സർക്കാരുമായിട്ട് പ്രവർത്തിച്ച് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ കോവിഡ് ട്രാജഡി സമയത്തും ഒത്തിരിയേറെ കാര്യങ്ങൾ സംഘടനാപരമായിട്ട് ഫൊക്കാനയ്ക്ക് കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഇപ്പോൾ വയനാട്ടിൽ 400-ലധികം 500-ലധികം കുടുംബങ്ങൾക്ക് കഷ്ടത ഉണ്ടെങ്കിൽ നമ്മളതിനെ നോക്കിക്കാണുന്നത് 3 രീതിയിലാണ് കാണേണ്ടത്. അതായത് ഒന്ന്, ഇമ്മീഡിയറ്റ് റിലീഫ്. ആ ഇമ്മീഡിയറ്റ് റിലീഫ് സർക്കാർ അല്ലെ നാട്ടുകാർ അല്ലെ അവിടെ ഉള്ള സന്നദ്ധ സംഘടനകൾ വളരെ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ട് ഒത്തിരിയധികം സന്തോഷമുണ്ട്. രണ്ടാമത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഈ ഒരു ഫീലിങ്സ് അല്ലെ ഈ സഡൻ ഷോക്ക് എല്ലാം വന്നിട്ട് ഒരു കപ്പിൾ ഓഫ് വീക്സ് അല്ലെ കപ്പിൾ ഓഫ് മന്ത്സ് കഴിയുമ്പോഴത്തേക്കും ഒരു റിയാലിറ്റിയിലേക്ക് വരും. ആ റിയാലിറ്റിയിൽ വന്നു കഴിയുമ്പം നമ്മളെ പോലുള്ള സംഘടനകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത്. അതിനുവേണ്ടി തന്നെ ഫൊക്കാന ഒരു സമഗ്രമായ പദ്ധതിയിലേക്കാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒന്ന്, റീഹാബിലിറ്റേഷൻ വയനാട് അല്ലെ ഇടുക്കിയിൽ തന്നെ ചെയ്യുന്നതാണോ നല്ലത്,
അതോ ഈ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള ട്രാജഡികൾ വരാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട് എന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. അപ്പം അവിടെ തന്നെ ചെയ്യണോ അതോ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് പുനരധിവാസം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള സന്നദ്ധ സംഘടനകളുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ മൂന്നാമതൊരു വഴി എന്ന് പറഞ്ഞാൽ നേരിട്ട് സഹായം എത്തിക്കുക. അപ്പൊ ഈ 3 ഓപ്ഷനും ഞങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു ആംഗിളിലുള്ള എല്ലാ സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതിക്ക് ഫൊക്കാന ഏതായാലും മുൻകൈ എടുത്ത് മുന്നോട്ടേക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, താങ്ക് യു. ശ്രീ പിന്റോ കണ്ണമ്പള്ളി, വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആണ്. ഈ ഗ്ലോബൽ ബിസിനസ് ഫോറം ഒക്കെയുള്ള ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഇപ്പോൾ തന്നെ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം വേൾഡ് മലയാളി കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? താങ്ക് യു. തീർച്ചയായും വേൾഡ് മലയാളി കൗൺസിൽ എന്ന ഈ ഗ്ലോബൽ പ്രസ്ഥാനം എന്നും കേരള ജനതയോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ എല്ലാ ദുരിതങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും അവരെ സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. മറ്റ് സംഘടനകളെ പോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരിതമാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കണ്ടത്. ആദ്യം തന്നെ ആ കുടുംബങ്ങൾ, ഏകദേശം 400-500ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നു. അവിടെ വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഈ വയനാട്ടിലെ ഒരു വേൾഡ് മലയാളി കൗൺസിലിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ യൂണിറ്റില്, അതായത് ഒരു പ്രൊവിൻസ് എന്ന് നമ്മൾ പറയും, വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രൊവിൻസുകളാണ് ഈ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഈ വയനാട്ടിലുള്ള പ്രൊവിൻസിലെ ആൾക്കാരെ ആദ്യം തന്നെ ഇവിടെ ഓടിയെത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെ വേൾഡ് മലയാളി കൗൺസിൽ എന്ന ഒരു മഹാപ്രസ്ഥാനത്തിന് ഒരു വലിയ കാര്യം മലയാളി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ പ്രൊവിൻസുകളുടെ എല്ലാം സഹായത്തോടെ അവർക്ക് വേണ്ടിയ പല കാര്യങ്ങളും, അതായത് അവർക്ക് വേണ്ടിയ ചെറിയ ചെറിയ ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ ടോർച്ച് ലൈറ്റ്, അതുപോലെ ബാറ്ററി, ഇങ്ങനെയുള്ള സാധനങ്ങളെ എത്രയും പെട്ടെന്ന് കേരളത്തിലുള്ള മറ്റ് പ്രൊവിൻസുകളിൽ നിന്ന് അവിടെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 2 മുതൽ 5 വരെ 2 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ബൈനിയൽ കോൺഫറൻസ് ഉണ്ട്. എല്ലാ 2 വർഷം കൂടുമ്പോഴും നടക്കുന്ന ബൈനിയൽ കോൺഫറൻസ്. ഈ വയനാട് സംഭവം 30-ാം തീയതി നടക്കുമ്പോൾ നമ്മൾ 1-2 വട്ടം ചിന്തിച്ചു ഇത് നടത്തണോ വേണ്ടയോ എന്നുള്ളത്. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച്, കാരണം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ സാറ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഒന്നടങ്കം ഗ്ലോബലി പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു വലിയ മഹാസമ്മേളനമാണ് ഈ 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ സമ്മേളനം. ഈ കോൺഫറൻസ് ഇത്തവണ ട്രിവാൻഡ്രം ഹയാത്തിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പൊ മുഖ്യമന്ത്രി അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ വേണ്ടിയ എല്ലാ കാര്യങ്ങളും ഈ വയനാടിന് വേണ്ടി ഇതിലെ ആർഭാടങ്ങൾ മാറ്റിവെച്ച് ഈ വയനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അത് സംഭാവനയായും അവരെ സഹായിക്കാൻ വേണ്ടിയും എല്ലാ മനുഷ്യരും, എല്ലാ വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധികളും ഒന്നിച്ചൊന്നടങ്കം പറഞ്ഞു എന്നുള്ളത് ഒരു സംഘടന എന്നുള്ള നിലയിൽ ഞാൻ കൃതാർത്ഥനാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ. അപ്പൊ ആ ഒരു മീറ്റിങ്ങില് മുഖ്യമന്ത്രിയെ വിളിക്കാൻ സാധിച്ചു. അദ്ദേഹം വന്നു. ആദ്യം തന്നെ നമ്മൾ പ്രഖ്യാപനം ഈ മുഖ്യമന്ത്രിയിലൂടെ നടത്തി. ആദ്യത്തെ ഘട്ടമായി 14 വീടുകളോളം നമുക്ക് അവരുടെ പുനരധിവാസത്തിന് കൊടുക്കാം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ 14 വീടുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ പ്രവർത്തനം. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഏകദേശം 25-50 വീടുകൾ പണിത് കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഗ്ലോബലിയുള്ള മറ്റ് റീജിയനുകളിൽ നിന്നും പ്രൊവിൻസുകളിൽ നിന്നും ഈ സഹായം കണ്ടെത്തി ഇവർക്ക് വേണ്ടിയ പുനരധിവാസത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ശുചീകരണങ്ങളും കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഒരു സാമൂഹിക സംഘടന എന്നുള്ള നിലയിൽ ഈ പുനരധിവാസത്തിനെക്കാട്ടും ഉപരി ഞാൻ വില കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് അവയർനെസ്, എൻവറോൺമെന്റൽ അവയർനെസ്. നമ്മളിപ്പം കണ്ടു ഗാഡ്ഗിൽ റിപ്പോർട്ടും അതുപോലെ തന്നെ പല കമ്മീഷനുകളുടെ റിപ്പോർട്ടും, അവസാനം ഉമ്മൻ വേഴ്സസ് ഉമ്മൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ കണ്ടു. ഈ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ജനങ്ങൾക്കുള്ള അവയർനെസ് കൂട്ടുക എന്നുള്ളതാണ് ഒരു സാമൂഹിക സംഘടന എന്നുള്ള നിലയിൽ വേൾഡ് മലയാളിയെ പോലെ തന്നെ മറ്റുള്ള സംഘടനകളും ചെയ്യേണ്ടത്. ജനങ്ങൾക്ക്
ഇത് എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയുമായി സഹകരിച്ച് അല്ലെ പ്രകൃതിയുമായി ചേർന്ന് നിന്ന് ജീവിക്കാൻ സാധിക്കുക, അത് കാണിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ധാരാളം കഴിവുകളുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്കിൽഫുൾ ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസിന്റെ കഴിവുകൾ നമുക്ക് ഇതുപോലുള്ള അവയർനെസ് പ്രോഗ്രാമിന് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനൊന്നും ഒരുപാട് പണം മുടക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ റിസോഴ്സസ് എല്ലാം ഇതുപോലുള്ള സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം വേൾഡ് മലയാളി കൗൺസിലിനെ പോലെ തന്നെ ഫൊക്കാനയാണെങ്കിലും ഫോമയാണെങ്കിലും മറ്റുള്ള സംഘടനകൾക്കുള്ളില് ഇതുപോലുള്ള മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള റിസോഴ്സസിനെ കൊണ്ടുവന്നിട്ട് അവയർനെസ് കൊടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വിലയിരുത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിൽ സംസാരിച്ചപ്പോൾ ഞാൻ വിലയിരുത്തി, അമേരിക്കയിലെ ഏകദേശം 50-60 ഡാമുകൾ കഴിഞ്ഞ ഒരു 20-25 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഡാം ബ്രീച്ച് ഉണ്ടായി. ഡാം ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ഡാം പൊട്ടുക, അതാണ് ഡാം ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഈ 50-60 ഡാമുകൾ പൊട്ടിയിട്ട് പോലും ഇത്രയും ഒരു കറ്റാസ്ട്രോഫി, ഇത്രയും മനുഷ്യര് നഷ്ടപ്പെട്ട ഒരു അപകടം ഉണ്ടായില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രകൃതിയുമായി ചേർന്ന് ശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഡാമുകളാണ്. ഡാമുകൾ പൊട്ടാം, അത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യനിർമ്മിതമാണ് ഡാമുകൾ. പക്ഷേ പല ജിയോളജിക്കൽ ഇഷ്യൂ കൊണ്ടും, അത് സുനാമി ആകാം, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കമാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലാകാം. പല നിമിത്തങ്ങൾ കൊണ്ട് ഡാമുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജിക്കൽ ഇഷ്യൂസ് ആകാം. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂകൾ കൊണ്ട് ഡാം പൊട്ടിയാൽ പോലും ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിലുള്ള ശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടെ പലയിടത്തും കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ അതുപോലുള്ള കാര്യങ്ങള് കേരളത്തിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമുള്ള കേരളത്തിലെ അതിനനുസരിച്ചുള്ള ഡാമുകള്, ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സുകൾ, ഇപ്പം കൂടുതലും നമ്മള് ഇറിഗേഷനും അല്ലെങ്കിൽ പവറിനും വേണ്ടിയാണ് ഡാമുകൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഇത് ചെറിയ ചാനലോ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സ് ഓഫ് എനർജിയോ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരു മോചനം കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ അപകടങ്ങൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്ക് യു. എന്തായാലും അവബോധം നൽകുക എന്നുള്ളത്, അത് മാത്രമല്ല, ഈ അവബോധം എന്ന് പറയുന്നത് ഇതൊന്നും കുത്തി നിറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവരുടെ വൈകാരിക തലത്തിലേക്ക് കടന്ന് അവരിൽ വിശ്വാസം അർപ്പിച്ച് അവരുടെ വിശ്വാസം നേടിയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കാലാന്തരത്തിൽ നമുക്കത് ചെയ്യാനാവും. തീർച്ചയായിട്ടും വിദേശ മലയാളികളുടെ ഒരു സഹായം അതിലുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ശ്രീമതി ആർഷ അഭിലാഷ്, ആർഷ ഒരു അമ്മ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് ഒരു വൈകാരിക തലത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ചില കാര്യങ്ങളെ കാണാൻ ആർഷയ്ക്ക് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കുപ്പിയിലടക്കം ചെയ്ത ഒരു നമ്പർ മാത്രം അസ്തിത്വമായിട്ടുള്ള ചില ശരീരഭാഗങ്ങൾ, വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ചില ശരീരഭാഗങ്ങൾ അവരർഹിക്കുന്ന എല്ലാ ബഹുമാനത്തോടും കൂടെ ഉറ്റവർക്കും ഉടയവർക്കും പോലും അറിയില്ല ഈ വെള്ളത്തുണിക്കെട്ടിൽ ആരാണ് എന്ന്. എപ്പോഴെങ്കിലും ചിലപ്പോൾ ആ DNA പരിശോധനയ്ക്ക് ശേഷം തെളിയിക്കപ്പെടുമായിരിക്കും. അതുപോലെ തന്നെ ദുരന്തത്തിൻ്റെതായ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. ഒരു 4 വയസ്സുള്ള ഒരു മോന്, അവനൊരു 40 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞനിയത്തിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ്, ഇവരൊക്കെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക സഹായം ഇതിനൊക്കെ ഉപരിയായിട്ട് ഇവരൊക്കെ ഒരു നിസ്സഹായതയുടെ പരകോടിയിലാണ്. അതായത് നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്. കാരണം ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു, തിരിച്ചെഴുന്നേൽക്കുമ്പോൾ ഉറ്റവരെയും ഉടയവരെയും കിട്ടാനാകുന്നില്ല, പലരുടെയും മൃതദേഹങ്ങൾ പലതും വികൃതമായി ലഭിക്കുന്നു. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഷോക്ക് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു വൈകാരിക തലത്തിൽ അല്ലെങ്കിൽ ഒരു മാനസികമായ പിന്തുണ ആണ് ഇവർക്ക് ഏറ്റവും ആദ്യം നൽകേണ്ടത്. അതേപോലെ തന്നെ അത് തുടർച്ചയായി നൽകുകയും വേണം. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലേക്കൊക്കെ വീണ്ടും വരേണ്ടവരും കൂടിയാണ്. അപ്പോൾ ആ വൈകാരിക തലത്തിൽ എങ്ങനെയാണ് വയനാടിനെ സഹായിക്കാനാവുന്നത്? താങ്ക് യു ക്രിസ്റ്റീന. ആദ്യമേ തന്നെ ഇത് നമുക്ക് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് വന്നത്. നമ്മള് 2018 ഫ്ലഡ്, 2019 മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ്, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ദിവസം ഉണർന്നെഴുന്നേറ്റ് കേൾക്കുന്നത് ഒരു പ്രദേശം അപ്പാടെ നമ്മുടെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു എന്നാണ് കേൾക്കുന്നത്.
ഇപ്പൊ 400-ൽ കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നു. അതില് പലതും ഒരു കുടുംബത്തിലെ പലരും നഷ്ടമായി ഒരാൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുറെ കുട്ടികൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാര്, അങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാകുന്ന തരത്തിലാണ് നമ്മൾ ഈ 400 പേര് മരിച്ചെങ്കിൽ 400 പേരും ഒരേ കുടുംബത്തിലെ ആൾക്കാരല്ല മരിച്ചിരിക്കുന്നത്. ഇപ്പൊ പല കുടുംബങ്ങളാണ് ശിഥിലമായി പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നമുക്ക് വളരെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, ക്രിസ്tina പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു ദുരന്തമാണ് നമ്മുടെ കുഞ്ഞ് സ്റ്റേറ്റിന് സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ രാജ്യത്ത് സംഭവിച്ചതല്ല. ഒരു ചെറിയ സ്റ്റേറ്റില് നമ്മൾക്കറിയാം എത്രത്തോളം ചെറുതാണ് നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ളത്. അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ദുരന്തം. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ളത് പല രീതിയിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ക്രിസ്tina പറഞ്ഞ പോലെയുള്ള മാനസികമായ സഹായങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോ ഇന്നിവിടെ ഇരിക്കുന്നത് ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക അലയുടെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ അലയും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അലയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല പണ്ട് മുതലേ തന്നെ വയനാട്ടിലെ ട്രൈബൽ കുട്ടികളുമായി ചേർന്ന് അവിടെ ഒരു പ്രോഗ്രാം നമ്മൾ ഓൾറെഡി നടത്തുന്നുണ്ടായിരുന്നു, അല കെയർ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വയനാടുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് അല നേരത്തെ തന്നെ. ഇപ്പോ ഈ ഒരു ദുരന്തം ഉണ്ടായതിന്റെ പ്രസക്തിയില് അല ചെയ്യുന്നത് 3 ഘട്ടമായിട്ടാണ് അലയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് റിലീഫിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ 2 ദിവസത്തിൽ തന്നെ നമ്മൾ അവിടെ കുറെ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞപ്പോ നമ്മുടെ CMDRFMലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള തുക ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അലയുടെ പ്രസിഡന്റ് ശ്രീ അയ്പ് നാട്ടിൽ നിന്ന് നമ്മുടെ സ്പീക്കർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൈമാറുകയുണ്ടായി ആ തുക. ഇനി അടുത്ത 3ാമത്തെ ഘട്ടമാണ്. ശരിക്കും എനിക്ക് 3ാമത്തെ ഘട്ടമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. കാരണം ക്രിസ്tina പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് പൈസ കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മള് അവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കൊണ്ട് ശരിക്കും ഇവരുടെ ജീവിതങ്ങൾ തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അവരുടെ ഒരു ലൈവ്ലിഹുഡ് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അലയുടെ 3ാമത്തെ ഘട്ടത്തിൽ അല ചെയ്യുന്നത് ഈ അല കെയറുമായി ചേർന്നിട്ട് നമ്മുടെ അവിടെയുള്ള ഈ പലതരത്തിലുള്ള ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ നഷ്ടമായി പോയവർക്ക്, ആ അവസ്ഥകള് അവർ ചിലപ്പം ഓട്ടോ ഓടിച്ചിരുന്നവരാകാം, അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്നവരാകാം, അങ്ങനെയുള്ള അവരുടെ ലൈവ്ലിഹുഡ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സഹായിക്കാൻ വേണ്ടിയുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ആദ്യം അവിടെ വേണ്ടത് ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ആൾക്കാരുണ്ടാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ 3 പേരും നേരത്തെ എനിക്ക് സൈസാറാന്ന് പറഞ്ഞത്, നമ്മളെല്ലാവരും ഇവിടെ ദൂരെ ഇരുന്നാണ് സംസാരിക്കുന്നത്, നമ്മൾ ആരും കേരളത്തിലല്ല ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ആ ഗ്രൗണ്ട് റിയാലിറ്റിയിലുള്ള ആൾക്കാരുണ്ടാവുക, അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അല ഇനി മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അല കെയറുമായി ചേർന്ന് അവിടെയുള്ള കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കും മറ്റുള്ള ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആൾക്കാർക്കും എങ്ങനെയുള്ള സഹായങ്ങളാണ് ചെയ്തു കൊടുക്കാൻ പറ്റുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു തുക സംഭരിക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പൊ അല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്രിസ്tina പറഞ്ഞ ചോദ്യത്തിലേക്ക് എനിക്ക് പറയാനുള്ള, ആസ് എ മദർ പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ ക്യാമ്പുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഇതുപോലെ ക്യാമ്പുകൾ 2018-ലും കണ്ടിരുന്നു. പലപ്പോഴും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ നഷ്ടത്തിൽ നിന്ന് ഇവർക്ക് പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ അനാഥരായി പോയിട്ടുണ്ടാവാം, ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോ മറ്റാരുമേ ഇല്ലാത്ത രീതിയിൽ 16 പേരൊക്കെ നഷ്ടപ്പെട്ട ഒരു പ്രവാസിയുടെ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലേ അങ്ങനെ ഒരു അവസ്ഥ. ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് ജീവിതത്തിൽ നമ്മൾ അറിയുന്ന, നമ്മളെ സ്നേഹിച്ചിരുന്ന, നമ്മുടേതായിട്ട് വിചാരിച്ചിരുന്ന മനുഷ്യന്മാരെല്ലാവരും ഇല്ലാതാവുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇവരുടെയൊക്കെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ വേണ്ടി, അതെനിക്ക് സർക്കാരിനോടും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ആൾക്കാരോടും സന്നദ്ധ സംഘടനകളോടും ഒക്കെ പറയാനുള്ളത് എനിക്കതാണ്. ഇവരുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവർക്ക് കൗൺസിലിങ്ങുകൾ വേണ്ടി വരും, പലതരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റംസ് വേണ്ടി വരും. ഇത് ചിലപ്പോൾ ഒരു വീട് നമുക്ക് ദൂരെ ഇരുന്ന് വെച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മളുടെ സമയം എന്ന് പറയുന്നത്, ടൈം, നമ്മുടെ എഫേർട്ടും നമ്മൾ അതിനേക്ക് ഇടപെട്ടുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അപ്പൊ ആ തരത്തിലുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് തലത്തിൽ നിന്നും മറ്റുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്നും മറ്റുള്ള മനുഷ്യരിൽ നിന്നും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ ഫോമ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തുക എന്നത് ഫോമയുടെ പുതിയ പ്രസിഡന്റ് ബേബി മണക്കുന്നിൽ പറയുന്നു. ഞങ്ങൾ അടുത്ത വയനാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി
വയനാട്ടിൽ നടന്നത് ഏറ്റവും വലിയ ദാരുണമായ സംഭവമാണ്. ഓൾമോസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ ഹോമയുടെ മീറ്റിംഗിൽ ഇപ്പം നിലവിലുള്ള എക്സിക്യൂട്ടീവ് 10 വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വയനാടിന് വേണ്ടി ഞങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും. ശ്രീ സജിമോൻ ആന്റണി, നിർമ്മാണ മേഖലയിൽ അങ്ങേക്ക് ദീർഘകാലത്തെ പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയനാട് ദുരന്തം വരുമ്പോൾ എല്ലാവരും പറയുന്നത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ബലം അല്ലെ ബലക്ഷയത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരെ പേടിപ്പിക്കുന്നത് പോലെയുള്ള പല വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാം റീകൺസ്ട്രക്ഷനെ കുറിച്ച്, ഡാം റിപ്പയറിങ് സാധ്യമല്ല എന്നൊക്കെ വരുന്നു. അപ്പോൾ ഒരു നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൃഷ്ണ, ട്രാജഡികളെ നമ്മൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ലോകം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ട്രാജഡി ഉണ്ട്. അത് അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഉണ്ട്. നമുക്ക് ഒരു ട്രാജഡി ഉണ്ടായാൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് അമേരിക്കയിലേക്ക് ഇപ്പം ഞങ്ങൾ ഇവിടെ ആയ കാരണം ഞങ്ങൾ നോക്കിക്കാണുന്ന ഒരു വസ്തുതയുണ്ട്. നമ്മൾ നാടും ഇവിടവും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റുകൾ, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും അത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള ട്രാജഡി, നാച്ചുറൽ ഡിസാസ്റ്ററിന് വരുമ്പോഴത്തേക്കും വലിയൊരു റിസോഴ്സ് ആണ് അവരുടെ പുറകിലുള്ളത്. ആ സമയത്ത് അതത് മേഖലകളിലുള്ള ആൾക്കാർ ഇങ്ങനെ ബക്കറ്റുമായിട്ട് നടന്ന് പിരിക്കുകയോ അല്ലെങ്കിൽ അവര് സ്വയം ഒരു സൈനികനാകാൻ പോകുകയോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ആകാൻ പോകുകയോ ചെയ്യാതെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അവയർനെസ്, വലിയൊരു ബഡ്ജറ്റിങ്, വലിയൊരു റിസോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഫ്ലോറിഡയിൽ ഒരിക്കലും ഡെർബി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ താമസിക്കുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ 2 മണി അല്ലെങ്കിൽ 3 മണി 3 PM ടൊർണാഡോ പറയുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ഒരു നിത്യേന ഉള്ള കാര്യങ്ങളെ അത് ബാധിക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ മുമ്പേ സ്പിൻഡോ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധി വരെ അവെയറാണ്. സേഫ്റ്റി ടൂളുകളുണ്ട്. അവരെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ തന്നെ ഇക്വിപ്ഡ് ആണ്. ലോക്കൽ ഗവൺമെന്റുകൾ ഇക്വിപ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു മേജർ ഷിഫ്റ്റിന്റെ ആവശ്യം നമുക്ക് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം വയനാട് അല്ലെ ഇടുക്കി പരിസ്ഥിതിയുമായിട്ട് വളരെ ബാലൻസ് ആയിട്ട് പോകേണ്ട ഒരു ഏരിയയാണ്. അവിടെ പ്രശ്നങ്ങൾ ഇന്ന് മാത്രം തുടങ്ങുന്നതല്ല, അത് വലത് ഗവൺമെന്റ് ഭരിച്ചാലും ആരുണ്ടെങ്കിലും ഇതൊക്കെ വരാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ വന്നു കഴിയുമ്പം അതിനുവേണ്ടി ഓടാതെ വരാതിരിക്കാനുള്ള നോക്കുക. ഇത് 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ക്വാറിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനധികൃതമായിട്ട് ഒത്തിരി ഖനനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അതൊരു റീസൺ ആയിരിക്കാം. രണ്ടാമത്തത്, അശാസ്ത്രീയമായ കൃഷി രീതികൾ. നമ്മുടെ തന്നെ നമ്മളൊക്കെ കൃഷിക്കാരന്റെ മക്കളാണ്, ഞാനും അതെ. അപ്പൊ അവരൊക്കെ അത് കണ്ടിന്യൂ ചെയ്തതിന് അതൊരു റീസൺ ആയിരിക്കാം. മൂന്നാമത്തേത്, ഗ്ലോബൽ വാർമിംഗ് പറയുന്നുണ്ട്. പണ്ടൊക്കെ മഴ പെയ്യുമായിരുന്നു, ഒരു വർഷം പെയ്യേണ്ട മഴ ഇപ്പൊ ഒരു ദിവസം അല്ലെ ഒരു 6 മണിക്കൂർ കൊണ്ടൊക്കെ പെയ്തു വരുന്നു. അപ്പൊ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ റീസൺ കാരണമാണ് ഇത് വരുന്നത്. ഈ ഡാമിനെയൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 1887 ആ ഡാം കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. 1895 അത് പൂർത്തിയായി. 96 കമ്മീഷൻ ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം 130 വർഷം കഴിഞ്ഞ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ഈ പറഞ്ഞ കേരളമോ ഇന്ത്യയോ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് വേഴ്സസ് മദ്രാസുമായിട്ടുള്ള ഒരു മദ്രാസുമായിട്ടുള്ള ഒരു കരാറായിരുന്നു വെച്ചിരുന്നത്. എന്തായിരുന്നു ആ കരാർ? ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 8100 ഏക്കറോളം ഭൂമി ഇത് ലാൻഡ് യൂസിന് വേണ്ടിയിട്ട് കൊടുക്കുകയും അതിനകത്തുനിന്ന് വരുന്ന ഈ പറഞ്ഞ നിർമ്മാണം 999 വർഷം, അതായത് ഏകദേശം 1000 വർഷത്തെ ഒരു ലീസ് എന്നുള്ളതായിരുന്നു ഏറ്റവും പരമപ്രധാനമായ ഒരു പോയിന്റ് അതിനകത്ത്. പിന്നെ വേറൊരു വസ്തുത എന്ന് പറയുന്നത് പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ്. ഈ ഡാം, മുല്ലപ്പെരിയാർ ഡാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും അത് അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് തമിഴ്നാടാണ്. അതോടൊപ്പം അതിന്റെ ഫുൾ യൂസ്, വാട്ടറിന്റെ ഫുൾ യൂസ്, ഇലക്ട്രിസിറ്റിയുടെ ഫുൾ യൂസ് എടുക്കുന്നത് തമിഴ്നാടാണ്. എന്നാൽ അത് ഇരിക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇരിക്കുന്നു, എന്നാൽ അതിന്റെ ഫുൾ ബെനിഫിറ്റ് വരുന്നത് തമിഴ്നാടിന്. എന്നാൽ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് വരികയാണെങ്കിൽ, വിച്ച് മീൻസ് എന്തെങ്കിലും ചോർച്ചയോ തകരാറോ ഡാമോ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷെ എങ്ങാനും വരികയാണെങ്കിൽ ആ ഒരു ആഘാതം മുഴുവൻ കേരളത്തിലും വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 3 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഒന്ന് കേരള ഗവൺമെന്റ്, രണ്ടാമത്തെ തമിഴ്നാട് ഗവൺമെന്റ്, മൂന്നാമത്തെ സെൻട്രൽ ഗവൺമെന്റ്. ഈ 3 ഗവൺമെന്റും ഏകോപിച്ച് ഇതിനൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയം കഴിഞ്ഞു. കാരണം എന്തിനും ഒരു ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. നമ്മളിവിടെ 3 പേര് ഇരിപ്പുണ്ട്, 4 പേരുണ്ട്. നമുക്കൊരു ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. 60 വർഷം, 70 വർഷം, 80 വർഷം, അല്ലെങ്കിൽ 40, 20 ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കിയ ഏത് വസ്തുവിനും
എത്ര സയന്റിഫിക്കലി ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ടെക്നോളജിക്കലി ബെറ്റർ ആണെങ്കിൽ പോലും അതിനൊക്കെ ഒരു ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഒരു ക്ലേ മോഡലിൽ അന്ന് ലൈം സ്റ്റോണും ക്ലേയും അതിന്റെ ഒരു റിയൽ റോ മെറ്റീരിയൽ അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ 100 വർഷമാണ് അതിന്റെ ഒരു ലൈഫ് എക്സ്പെക്ടൻസി. ഇപ്പൊ നമുക്ക് 130 വർഷമായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനെപ്പറ്റി അടിയന്തരമായ ഒരു തീരുമാനം എടുത്ത് ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ആരാണ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. കേരള ഗവൺമെന്റ് അതിനകത്ത് ഇനിഷ്യേറ്റ് ചെയ്യണം, തമിഴ്നാട് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യണം. അവരെ കൊണ്ട് ആർക്കാണ് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റണം. കാരണം ഇതൊരു മുഖ്യ ഒരു ഇഷ്യൂ ആയിട്ട് അവർ കൊണ്ടുവരണം. ഇലക്ഷനും തീർച്ചയായിട്ടും. കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കണം അതിനകത്ത്. കാരണം ഇവിടെയൊക്കെ ഉള്ള ഈ ലാൻഡുകൾ അല്ലെങ്കിൽ ഡാമുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 വർഷത്തെ എക്സ്പെക്ടൻസി ആണ്, അല്ലെങ്കിൽ 50 വർഷത്തെ എക്സ്പെക്ടൻസി ആണെങ്കിൽ അതിനെ ഡീകമ്മീഷൻ ചെയ്യും. ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റ് സോഴ്സുകൾ അവർ കണ്ടുപിടിക്കും. ഒന്ന്. രണ്ടാമത്തേത്, എനിക്ക് വന്ന് പിന്റോ നേരത്തെ സൂചിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നത്, ഡാമുകളുണ്ട്, ഡാമിന്റെ ട്രാജഡികൾ ഉണ്ടാവാറുണ്ട്, എന്നാൽ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ആളപായം അങ്ങനെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഇല്ല, നിലനിൽക്കുന്നില്ല. കാരണം പഴയ എക്സ്പീരിയൻസ് നിന്ന് പഠിച്ചിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഡാമിന്റെ ട്രാജഡി നടന്നത് ചൈനയിലാണ് 1975. ഏകദേശം എനിക്ക് തോന്നുന്നത് 1,70,000-ത്തിലധികം ആൾക്കാർ മരിക്കുകയും 11 മില്യൺ വീട് പോവുകയും ചെയ്ത ഒരു ട്രാജഡിയാണ്. ഒത്തിരി പുറകോട്ടൊന്നും പോകേണ്ട, 1975 നോക്കിയാൽ മാത്രം മതി അത്. അപ്പൊ അതിനുശേഷം പല രാജ്യങ്ങളും അവർ അതിനെ ഡീകമ്മീഷൻ ചെയ്യുകയും പുതിയ സ്ട്രാറ്റജികളിലേക്ക് കൊണ്ടുപോയി അല്ലെ ഓൾട്ടർനേറ്റീവ് റിസോഴ്സസിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അവിടെ ശരി. നമുക്ക് ഊന്നൽ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് പരമപ്രധാനമാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ, അത് ജനങ്ങൾ അത് ചർച്ചയാക്കാനും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി ഞങ്ങളുടെ ജീവന്റെ വിഷയമാണ്, നിങ്ങളതിൽ തീരുമാനമെടുക്കണം, അതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, കേന്ദ്ര സംസ്ഥാന ഭേദമില്ലാതെ, അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭേദമില്ലാതെ ഒരുപിടി ജീവനുകളുടെ, ഒരുപിടി സ്വപ്നങ്ങളുടെ ഒക്കെ കാര്യമാണ് ഇത് എന്ന രീതിയിലൊരു കൂട്ടായ ശ്രമം വേണം. അത് ഇതുവരെയും അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇനി അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ വയനാട്ടിലൊക്കെ രാഷ്ട്രീയം മറന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും ഒക്കെ ഒന്നിച്ചു നിന്ന് പോകുന്ന ഒരു കാഴ്ച, അത് എന്തായാലും പ്രത്യാശയുടെ ഒരു പുതുകിരണമാണ്. ഇനി വരുന്ന കാര്യങ്ങളിലും അത്തരത്തിലൊരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ പിന്റോ കണ്ണമ്പള്ളി, ഇപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഡിസാസ്റ്ററിന് ശേഷം പോസ്റ്റ് ഡിസാസ്റ്റർ റെസ്ക്യൂ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ ദുരന്തബാധിതരോടൊപ്പം നിൽക്കുന്നു, ജനങ്ങൾ ഉൾപ്പെടെ തെരച്ചിലിനുൾപ്പെടെ റെസ്ക്യൂവിനുൾപ്പെടെ ഇറങ്ങുന്നു. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഏർലി വാർണിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, ഇതിൽ നമ്മൾ എത്രത്തോളം മുൻപിലാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻപേ തന്നെ അത് അറിയിക്കാനുള്ളൊരു സംവിധാനം, ആ മേഖലയിലെ ജനങ്ങളെ, നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അതുകൊണ്ട് ഇന്ന തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിയിരിക്കണം, ഇന്ന വാർണിംഗ് സിസ്റ്റം തരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന വാർണിംഗ് തരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, സർക്കാർ സംവിധാനം ഇന്ന കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു പ്രിപ്പയർഡ്നെസ് അത് വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? തീർച്ചയായും ക്രിസ്റ്റീന പറഞ്ഞു വരുന്ന ആ പോയിന്റാണ് ഞാൻ ആദ്യമേ ഉന്നയിച്ചത്, അവയർനെസ് എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിലാണ്, അമേരിക്കയിലെ ഇതുപോലെ എന്ത് സംഭവങ്ങൾ വന്നാലും ഉടനെ നമ്മുടെ മൊബൈലിലാണെങ്കിലും ഇമെയിലുകളാണെങ്കിലും ടെക്സ്റ്റ് മെസ്സേജുകളാണെങ്കിലും എല്ലാം ഉടനടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രിപ്പയർഡ് ആകുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡെർബി എന്നുള്ള ടൊർണാഡോ വരികയാണ്. അപ്പൊ ഈ ഹുറിക്കെയിന് വരുന്നതിന് മുമ്പ് തന്നെ, ആഴ്ചകൾ മുമ്പ് തന്നെ ഇത് പ്രെഡിക്റ്റ് ചെയ്തു, ഇങ്ങനെ വരാൻ സംഭവിക്കും, അതിന്റെ കാറ്റഗറി ഏതാണ്. അപ്പൊ അതിനെപ്പറ്റി വ്യക്തമായുള്ള ധാരണ, അത് അഫക്റ്റഡ് ഏരിയകൾ ഏതൊക്കെയാണെന്നും കൃത്യമായിട്ടുള്ള വിവരം കൊടുക്കാനുള്ള സംവിധാനം ഈ വിദേശ രാജ്യങ്ങൾ, അതായത് ഡെവലപ്ഡ് രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ പിന്നില് നമ്മൾ വിചാരിച്ചോണം, ഇതിന്റെയൊക്കെ പിന്നിലെ ബ്രെയിന് എല്ലാം ഇന്ത്യൻസിന്റെയാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇത് ഡെവലപ്പ് ചെയ്തുകൂടാ, ഇങ്ങനെയുള്ള ഒരു സംവിധാനം വന്നുകൂടാ? അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ, ഞാൻ അമേരിക്കയിലായതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കറിയാം, എന്ത് വിഷയങ്ങൾ വന്നാലും അത് കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ അറിയിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ നോക്കാം, വയനാട് ഇഷ്യൂ, ഈ വയനാട് കാറ്റാസ്ട്രോഫി വന്നപ്പോൾ പോലും ഇപ്പോഴും നമ്മൾ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ജനങ്ങൾ പറഞ്ഞു അവിടെ ഒരു ചെറിയ ഭൂമി പ്രകമ്പനം കേട്ടു അല്ലെങ്കിൽ അനുഭവിച്ചു എന്നുള്ളത്. പക്ഷെ അതൊന്നും യാതൊരു റെക്ടർ സ്കെയിലുകളിലും നമ്മുടെ അവിടെ കാണിക്കുന്നില്ല. അപ്പൊ നമ്മുടെ റെക്ടർ സ്കെയിലുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടാകാം, ഉണ്ടായിരിക്കട്ടെ. പക്ഷെ എത്രമാത്രം അത് എഫക്റ്റീവായിട്ട് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇതുപോലെ പ്രളയം, ഡാമുകൾ, നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ കണ്ടു,
ഡാം തുറന്നു വിടുന്നതിന് മുമ്പേ നമ്മളെ ഒരു മൈക്കുമായിട്ട് അനൗൺസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ അതിനുപരി ഇതുപോലുള്ള മാസ് മീഡിയ, ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്നു. അപ്പൊ ഈ ടെക്നോളജി ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ആൾക്കാരിൽ ഈ ഇൻഫർമേഷൻ എത്തിക്കാനുള്ള ഉപാധി എന്താണ്, അതിനു വേണ്ടിയ മാർഗങ്ങൾ എന്താണ്, അതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ട്. നമ്മുടെ മിനിസ്റ്റേഴ്സും ഒക്കെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട്. ആ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഇതുപോലുള്ള ടെക്നോളജിയും ഇതുപോലുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനും അത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുമുണ്ട്. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലുള്ളവരെ ഇന്ത്യയിലും കേരളത്തിലും വരാറുണ്ട്. അവർ കൃഷി രീതികൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് അവരും മനസ്സിലാക്കി തിരിച്ചും പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശരി. ആ ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഫണ്ടോ ഒക്കെ നമ്മൾ കണ്ടെത്തി അത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ക്രിസ്റ്റീന. അതിനുവേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഇനി മലയാളികൾക്ക് ഇടയിലാണെങ്കിൽ പോലും ഇതേ മേഖലകളിൽ ഇപ്പം എൻവറോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ വർക്ക് ചെയ്യുന്ന UN-ലാണെങ്കിലും അതുപോലുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ധാരാളം മലയാളികളുണ്ട്. ഇപ്പൊ നാസയിൽ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ആ ഒരു കഴിവും അവരുടെ റിസോഴ്സസും നമുക്ക് നാട്ടില് യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു പൂൾ ഓഫ് റിസോഴ്സസ് നമുക്ക് ഇതുപോലുള്ള സംഘടനകളിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ വേൾഡ് മലയാളി കൗൺസിലിന് ഇവിടെ സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഈ നാസയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ US മിലിറ്ററിയിലുള്ള ആൾക്കാർ, ഒപ്പം തന്നെ മറ്റും പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റിസോഴ്സസ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. അത് നമ്മൾ നാട്ടിലെ ആണെങ്കിലും കേരളത്തിലെ പല കോളേജിൽ സ്റ്റുഡൻസിന് വേണ്ടിയും അവർക്കൊരു സെമിനാർ പോലെ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായിട്ട് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം സെമിനാറുകളും പുതിയ ടെക്നോളജിയുടെ ഇപ്പൊ AI ആണെങ്കിലും ബ്ലോക്ക് ചെയിൻ ആണെങ്കിലും മെഡിക്കൽ മേഖലയിലുള്ള പുതിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ ആവിധ ശരി, നോളജ് ഷെയർ സമയപരിമിതി അത് ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് പ്രധാനമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായ സഹായമാണ് സാധാരണ വിദേശ മലയാളികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷെ അതിനപ്പുറമായി വിദേശ മലയാളികളുടെ മേധാശക്തി, അവർ വിദേശത്തുള്ള പല കമ്പനികളിലെയും തലപ്പത്തിരിക്കുന്ന ഒരു മലയാളികളും ഇന്ത്യക്കാരുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബ്രെയിൻ പവർ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന ടെക്നോളജി ഉപയോഗിക്കാൻ അത് കേരളത്തിനും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അതിനൊരു സഹായം ഉണ്ടാവണം. അതിന് തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാവണം. ഇവിടുത്തെ ഭരണകൂടം അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും വേണം. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സജിമോൻ ആന്റണി, ശ്രീ പിന്റോ കണ്ണമ്പള്ളി ആൻഡ് ശ്രീമതി ആർഷ അഭിലാഷ്. ഇനി ഫോമയുടെ പുതിയ പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നേൽ പറയുന്നു. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കുറെ വർഷങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട്. ആ മുല്ലപ്പെരിയാർ അണക്കെട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കണം, ഈ വയനാട്ടിലെ ഇതുപോലെ ഒരു ദുരന്തം, ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഏത് സമയത്തും നമ്മളുടെ മുൻ ആൾക്കാർ പറയുന്നത് പോലെ തന്നെ ഒരു വൻപിച്ച ദുരന്തം മുല്ലപ്പെരിയാറിലുണ്ടാവും. അത് നമ്മുടെ കേരളത്തിനെ മൊത്തത്തിൽ ബാധിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും അതുപോലെ തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. മുല്ലപ്പെരിയാർ പ്രശ്നത്തില് നമുക്ക് അമേരിക്കയിൽ നിന്ന് നമ്മുടെ സാങ്കേതിക വിദഗ്ധരുടേതായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള മേൽനോട്ടത്തില് കാര്യങ്ങൾ നടത്തുന്നതിന് കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നുള്ള നടപടികൾ ഫോമയ്ക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇനിയും കേരളത്തില് വേറൊരു ദുരന്തം ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കരുത്. അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് നീങ്ങണം. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വാരം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.